വെൽക്കം ടു ആംഗിൾ ബീയിങ്. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത കരിക്കുലാണെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലും GCCയിലായിട്ട് ഒരുപാട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കരിക്കുലം ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് കരിക്കുലം ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത കരിക്കുലം നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഡൗട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു കരിക്കുലം ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കരിക്കുലം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്നാണ്. കേരളത്തിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12,644. CBSE ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,288. ICC ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 145. IB കരിക്കുലം ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. ഇനി IGCSE കരിക്കുലം ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10. GCCയിലോട്ട് വരികയാണെങ്കിൽ CBSE പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 200 ആണ്. ഇനി ICC സിലബസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 124ഉം IB കരിക്കുലം ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 230ഉം അതേപോലെ തന്നെ IGCSE കരിക്കുലം ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 470ഉം ആണ്. ഓരോ കരിക്കുലത്തിൻ്റെയും മീഡിയം ഓഫ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കാനുള്ള ചോയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള ചോയ്സ് ഉണ്ട്. CBSE കരിക്കുലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി മീഡിയത്തിൽ പഠിക്കാനുള്ള ചോയ്സും ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള ചോയ്സും ഉണ്ട്. ICC, IB, IGCSE എന്നീ സിലബസുകളിൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാനുള്ള ചോയ്സേ ഉള്ളൂ. ഇനി ഓരോ സിലബസിന്റെയും ലേണിംഗ് ഔട്ട്കം നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡിന്റെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് മെമ്മറൈസിങ് ആൻഡ് റീകോളിംഗ് ആണ്. ഇതേ ലേണിംഗ് ഔട്ട്കം തന്നെയാണ് CBSEക്കും വരുന്നത്. ഇനി ICSE, IB, IGCSE എന്നീ സിലബസുകളുടെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, സ്കിൽ ഡെവലപ്മെന്റ്, നോളജ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഓരോ സിലബസിന്റെയും ഡിഫിക്കൽട്ടി ലെവൽ നോക്കാം. കേരള സ്റ്റേറ്റ് ബോർഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. CBSEയിലോട്ട് വരുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ബോർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടഫാണെന്നല്ലാതെ വേറെ സിലബസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. ICC സിലബസ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ്. ഇനി IB അല്ലെങ്കിൽ IGCSE എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇനി ഓരോ ബോർഡിലും എത്ര മാൻഡേറ്ററി സബ്ജക്ട്സ് ഉണ്ട് നോക്കാം. ക്ലാസ് 10ന്റെ കേസിൽ കേരള സ്റ്റേറ്റ് ബോർഡിൽ ടോട്ടൽ 10 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ഇതിലൊരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ഉള്ള ചോയ്സ് ഈ ഒരു കരിക്കുലം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി CBSEയിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 5 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇനി ICCയിലോട്ട് വരുമ്പോൾ ടോട്ടൽ 4 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ബാക്കി 3 സബ്ജക്ട്സ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. IB കരിക്കുലത്തിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 6 സബ്ജക്ട്സ് ആണുള്ളത്. അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് മിഡിൽ ഇയർ പ്രോഗ്രാം ആണ്. IGCSEയിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 5 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. ഇനി ക്ലാസ് 12 ഓരോ കരിക്കുലത്തിലും എത്ര മാൻഡേറ്ററി സബ്ജക്ട്സ് ഉണ്ട് നോക്കാം. കേരള സ്റ്റേറ്റ് ബോർഡിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 6 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. CBSEയിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 5 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ICCയിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 6 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. IBയിലോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ 4 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. IGCSEയിലോട്ട് വരുന്ന സമയത്ത് 5 സബ്ജക്ട്സ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. നിങ്ങൾ അബ്രോഡ് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പുറത്ത് പോകാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പോകാൻ പറ്റില്ല എന്നല്ല, ബട്ട് അത്ര ഈസി അല്ല. കാരണം ഈ ഒരു കോഴ്സിനെ കുറേ യൂണിവേഴ്സിറ്റീസ് വാലിഡേറ്റ് ചെയ്യുന്നില്ല. CBSEന്റെ കേസിലാണെങ്കിലും അത്ര ഈസി അല്ല, എന്നാലും സ്റ്റേറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ ICCയിലോട്ട് വരുമ്പം ഒരു മോഡറേറ്റ് ചാൻസ്. പക്ഷേ IB, IGCSE സിലബസിലാണ് ഏറ്റവും ബെസ്റ്റ് പുറത്ത് പോകാൻ. അടുത്തതായിട്ട് ഓരോ സിലബസിന്റെയും അഡ്വാൻറ്റേജസ് നോക്കാം. നിങ്ങൾ കേരളത്തിൽ തന്നെ ഡിഗ്രി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ബോർഡ് തന്നെയാണ്. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് CBSEയും ICSEയും ആണ്. നിങ്ങൾ ഇനി പുറത്തു പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് IGCSEയും IBയും ആണ്. അടുത്തതായിട്ട് ഓരോ സിലബസിന്റെയും ഡിസഡ്വാൻറ്റേജസ് നോക്കാം. കേരള സ്റ്റേറ്റ് ബോർഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഒന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേക്ക് വേണ്ടിയൊന്നും ഈ ഒരു കരിക്കുലം നിങ്ങളെ ഫിറ്റ് ആക്കുന്നില്ല. അടുത്തതായിട്ട് CBSEന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ CBSE കരിക്കുലം എന്ന് പറയുന്നത് കൂടുതലും എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ യൂണിഫോം ആണ്, അതായത് വർഷങ്ങളായിട്ട് സെയിം സിലബസ് തന്നെയാണ് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ICC സിലബസിലോട്ട് വരുമ്പം സിലബസ് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. എല്ലാ കുട്ടികൾക്കും അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല.
ഇനി IBൻ്റെയും IGCSEൻ്റെയും ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഈ ഒരു കരിക്കുലം ഓഫർ ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഈ ഒരു കരിക്കുലം ടോട്ടൽ 70 സബ്ജക്ട്സ് വരെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എല്ലാ സബ്ജക്ട്സും എടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കരിക്കുലം ഏതാണെന്ന്. ഇനി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ആ ഡൗട്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതായിരിക്കും.